അരവിന്ദ്, ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയുമാണ് എ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. അത് പാർട്ടിയുടെ ലൈൻ തന്നെയാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ തന്നെ എതിർക്കുക എന്നുള്ളതാണ് CPM-ന്റെ ലൈൻ. അതിൽ നിന്ന് കടുകിട മാറാതെയാണ് എ വിജയരാഘവൻ ആ പ്രസ്താവന നടത്തിയത്. അതിനാൽ തന്നെ പാർട്ടിയുടെ പിന്തുണ അതാണല്ലോ ശ്രീ MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇവിടെ കൃത്യമായിട്ടും മുസ്ലിം വിരുദ്ധതയാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അതിന് പാർട്ടി സെക്രട്ടറി പിന്തുണ നൽകുകയാണ് എന്നാണ്. എങ്ങനെയാണ് സമർത്ഥിക്കുവാൻ കഴിയുക? എ വിജയരാഘവന്റെ പ്രസ്താവന വന്നത് കേവലം ഒരു പൊതുയോഗത്തിലല്ല മഞ്ജുഷ്. CPM-ന്റെ 3 വർഷക്കാലം കൂടുമ്പോൾ നയരൂപീകരണ സമിതി പരിപാടികൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഇടമാണ് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ. അന്നാണ് അവർ തീരുമാനിക്കുക അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്, ആരൊക്കെയാണ് ശത്രുക്കൾ, ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നീ എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അങ്ങനെയുള്ള ഒരു ജില്ലാ സമ്മേളനത്തിനകത്ത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് നേടിയിട്ടാണ് എന്ന. അത് ഷനോജ് സംസാരിക്കുന്നത് പോലെയുള്ള ആഖ്യാനമല്ല. അദ്ദേഹം വളരെ നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയ വിശദീകരണമാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. വിജയരാഘവൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ശ്രീ ഗോവിന്ദനും അതുപോലെ തന്നെ PK ശ്രീമതിയും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു. യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ഒരു വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതാരെടുത്ത് ആഘോഷിക്കുന്നത്? ഇതെടുത്ത് ആഘോഷിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്കുള്ള പ്രയാസം CPM-നോട്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് ചേർന്നു നിന്ന് മുന്നണിയായി മത്സരിച്ച സീതാറാം യെച്ചൂരിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CPM-ആണ് ഈ അഭിപ്രായം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ആർക്കാണ് ഇത് ആഘോഷിക്കാനുള്ള മരുന്നായി മാറുന്നത്? അത് ആഘോഷിക്കാനുള്ള മരുന്നായി മാറുന്നത് BJP-ക്കാണ്. ഇന്നലെ മുതൽ 2 ദിവസം മുമ്പ് മുതൽ BJP ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി പാർലമെന്റ് അകത്തും അവസരം കിട്ടുമ്പോൾ അവർ പറയും, CPM പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഒരു മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് എന്ന് ഇന്ത്യ മുന്നണിയിലെ അംഗം തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. അതിന് CPM നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവിടെ പരസ്യമായിട്ട് SDP-ഐ UDF-ന് പിന്തുണ നൽകിയിരുന്നു. UDF ആ പിന്തുണ വേണ്ടെന്ന് വെച്ചില്ല. അതുമാത്രമല്ല UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആദ്യം കൊടിയുമായിട്ട് പ്രകടനത്തിന് ഇറങ്ങിയത് SDP-ഐ ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവസാന ദിവസങ്ങളിൽ അവർ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഉണ്ടായിരുന്നു. അതിനൊന്നും UDF-ന് ഒരു തടസ്സം തോന്നിയില്ല. അപ്പോൾ ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിജയരാഘവന്റെ പ്രസംഗം വന്നിരിക്കുന്നത്. വയനാട്ടിലും അങ്ങനെയായിരുന്നു. ഈ വർഗീയ ശക്തികൾ അവിടെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. അതൊരു നല്ല പ്രവണതയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതാണ് CPM-ന്റെ വാദം. അവിടെ മുസ്ലിം വർഗീയ ചേരി എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ആണ്. അത് ഈ 2 കക്ഷികളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. അതുകൊണ്ട് അതിന് റിലവൻസ് ഉണ്ട് എന്നാണ്. അതല്ലാതെ സംഘപരിവാർ പറയുന്നത് എന്താണ്? ഈ ലീഗിന്റെ കൊടി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ നരേഷൻ നടത്തുന്നത്. ഇവിടെ മുസ്ലിം വർഗീയ വോട്ടുകൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് എന്ന്. അപ്പോൾ ഇതിൽ രണ്ടും രണ്ടാണ് എന്നാണ് CPM വിശദീകരിക്കുന്നത്. അല്ല, CPM വിശദീകരിക്കുന്നത് 2 എന്നാണ്. ശ്രീ മഞ്ജുഷിന് ബോധ്യപ്പെടുന്നത് 2 എന്നാണോ? എനിക്ക് മുസ്ലിം വർഗീയ ചേരിതിരിവ് എന്ന് വിജയരാഘവൻ പറഞ്ഞത് ആ രീതിയിലല്ലായിരുന്നു പറയേണ്ടത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അദ്ദേഹം അതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി SDP-ഐ എന്നിവരുടെ സഹായം UDF തേടി. ആ സഹായം അവർക്ക് കിട്ടി. അതിൽ ഇത്രമാത്രം വോട്ടുകൾ അവർക്ക് അതിലൂടെ വർധനവുണ്ടായിട്ടുണ്ട് എന്ന്. ഈ 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചെടുത്ത് മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ഒന്നാകെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയേണ്ടി വരും. കാരണം വോട്ടുകളുടെ ഭൂരിപക്ഷം അത്രത്തോളം ഉണ്ടായിരുന്നു. ശരി നിജേഷ്. അല്ലെ, ഇപ്പോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്, ആ വയനാട്ടിൽ എല്ലാ കാലവും CPM-ന് ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത്. പേരിന് വേണ്ടി പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗം തന്നെ കുറവായി ജീവിക്കുന്ന പ്രദേശമാണ് തിരുനെല്ലി. ആ തിരുനെല്ലിയിൽ അവിടുത്തെ മുഴുവൻ ബൂത്തിലും ഭൂരിപക്ഷം കിട്ടിയത് പ്രിയങ്ക ഗാന്ധിക്കാണ്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ശരാശരി വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തിൽ കിട്ടിയ ശരാശരി വോട്ട് 65-70 ആണ്. അതിന്റെ മുകളിൽ കിട്ടിയിട്ടില്ല.
അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നുമില്ല, എല്ലാ ബൂത്തിലെയും അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നടങ്കം വന്നുകൊണ്ട് പോൾ ചെയ്ത വോട്ടിന്റെ 65% ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യുമ്പോൾ അവിടെ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, മറ്റൊന്നുമില്ല. അത് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണമുന്നണിക്കാർ പറയുന്നു ഇത് മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ ബെനിഫിഷ്യറി? ഞങ്ങൾ അത് മാത്രമാണ് ചോദിക്കുന്നത്. ആ ബെനിഫിഷ്യറി നാളെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ ആഖ്യാനത്തിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്ന് ചോദിച്ചാൽ സംഘപരിവാറാണ്. അത് ബോധപൂർവമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്തുണയുമായിട്ട് വരുമ്പോൾ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവും നിങ്ങളും കാണിക്കണം. സംഘപരിവാറിന്റെ ഒരു നറേഷൻ വടക്കേ ഇന്ത്യയിൽ അതുമാണല്ലോ. അപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അല്ല മഞ്ജുഷെ, അല്ല നിങ്ങൾ പറഞ്ഞ് ആടിനെ പട്ടിയാക്കല്ലേ. ഞങ്ങൾ SDPIയുടെ പിന്തുണ ഒരിടത്തും ചോദിച്ചിട്ടില്ല, ഒരിടത്തും വാങ്ങിയിട്ടില്ല. തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പാലക്കാട് ബൈ ഇലക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, വയനാട് ബൈ ഇലക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തിന് SDPIയുടെ വോട്ട് ചോദിക്കണം? ഞങ്ങൾ SDPIയുമായിട്ട് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് സ്ഥാനാർത്ഥി SDPIക്കാരുടെ അടുത്ത് പോയിരുന്ന് അല്ലല്ല ആ ഒരു പടമൊക്കെ വന്നതാണ്, ഓഫീസിൽ പോയ പടമൊക്കെ വന്നതാണ്. മാത്രമല്ല ലഘുലേഖകൾ വിതരണം ചെയ്തു, ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാവും. പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാവും. അല്ല മഞ്ജുഷ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയോട് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന പടം ന്യൂസ് 18 കൈവശത്തുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. അല്ല അവർ തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ, ഫേസ്ബുക്കിലുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അല്ല പുറത്തുവിട് ഞാനിതാ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അല്ല പാലക്കാട് ഒരിടത്തും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, UDF പറഞ്ഞിട്ടില്ല പാലക്കാട് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അത് മാത്രമല്ല മഞ്ജുഷെ ഞങ്ങൾ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസമുണ്ടായത് ഞങ്ങൾ അല്ല കഴിഞ്ഞ മാസത്തെ കാര്യം വരട്ടെന്ന് ഷനോജെ നിങ്ങൾ പ്രസിദ്ധീകരിക്കേ, ഷനോജിന്റെ കയ്യിൽ എടുത്തു കൊടുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIക്കാരുടെ അടുത്ത് വോട്ട് ചോദിക്കുന്ന ചിത്രമുണ്ടെങ്കിൽ മഞ്ജുഷ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇല്ലാത്ത കഥ പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് വോട്ട് ചോദിച്ചത്? സെർച്ച് ചെയ്യ്, കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഒന്ന് ചർച്ച ചെയ്യാനൊന്നുമില്ല. അതൊക്കെ അല്ല ഞാൻ കേരളത്തിലെ കണ്ടുവരുന്നതല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ അവതാരകർ നേരിട്ട് ചോദിക്കുന്നുണ്ട്. SDPIക്കാനുള്ള ധൈര്യം മാങ്കൂട്ടം കാണിച്ചിട്ടില്ല, വെറുതെ വർത്താനം പറയല്ല. അല്ല ഇപ്പൊ വഴിമാറിപ്പോവല്ലേ, പാലക്കാട് സംസാരിച്ച നിങ്ങൾ പ്രതിരോധത്തിലാകും. വിജയരാഘവന്റെ പ്രസ്താവന അത് ഞാൻ പറഞ്ഞുവല്ലോ. വിജയരാഘവൻ അങ്ങനെ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിലായി പോയി എന്ന സംശയം ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പാലക്കാട്ടേക്ക് വരുമ്പോൾ SDPIയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാവും. അപ്പോൾ സംഘപരിവാർ എടുത്ത് വീശുന്നത് വയനാട് കാര്യവും പാലക്കാട് കാര്യവുമായിരിക്കും. മഞ്ജുഷ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതേ, മഞ്ജുഷ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. ഞങ്ങൾ പ്രതിരോധത്തിലാവില്ല, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. 7:20 ഉള്ളൂ, 8 മണി വരെ ചർച്ചയില്ലേ. 40 മിനിറ്റിലിടയ്ക്ക് മഞ്ജുഷ എന്ന ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഷനോജിനെ വിട്ടേക്ക് മാധ്യമ പ്രവർത്തകൻ കാണിച്ചതാ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI നേതാക്കന്മാരോട് വോട്ട് ചോദിച്ചിരിക്കുന്ന ഫോട്ടോ. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. അതാ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. വെറുതെ കോൺഗ്രസിനെ ഇല്ലാത്തടത്തേക്ക് വിളിച്ചു കൊണ്ടുവരരുത്. ഞങ്ങൾ നേരത്തെ ചാനലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുന്നത് ആവശ്യമില്ലാത്ത ഒരു പ്രകോപനപരമായ ഒരു സംസാരിച്ചതിന്റെ പേരിലാണ്. കോൺഗ്രസിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല ഒരു ഉപതെരഞ്ഞെടുപ്പും ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ പ്രതിരോധത്തിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാട് വിഴുങ്ങുന്ന ഏർപ്പാടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രതിരോധത്തിലാവേണ്ട കാര്യവുമില്ല. വിജയരാഘവൻ ആരെ ഉണ്ടാക്കിയെടുത്ത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ പറ, കഴിഞ്ഞാലും പോട്ടെ.
SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ. അല്ല നിജേഷ്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം വന്ന് മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് മാറി. നിങ്ങള് ഇല്ലാത്ത കഥകൾ, ഞാൻ ഈ ചർച്ചയുടെ വിഷയം മാറ്റിക്കൊണ്ടുപോവുകയല്ല മഞ്ജുഷേ. ആ ഇല്ലാത്ത ഒരു കാര്യം വിളിച്ചു പറയുന്ന സമയത്ത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വേണം പറയാൻ വേണ്ടിയിട്ട്. ഉണ്ടെങ്കിൽ തെളിയിക്കേ 25 മിനിറ്റ് അല്ല ഇത് അറിയാവുന്നതാണല്ലോ, അറിയാവുന്ന കാര്യമാണല്ലോ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. അത് നിങ്ങൾ വേണ്ട ഇല്ല എന്ന് പറയരുത്. പിന്നെ അതുപോലെ തന്നെ SDP നേതാക്കളുമായിട്ടുള്ള പടം, SDP-യുടെ പ്രകടനം, മഞ്ജുഷ ഫോട്ടോ കാണിക്കേ. ഇത് എന്ത് കഷ്ടമാണ്, ഇത് എത്ര തവണ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. എന്റെ മഞ്ജുഷ, നിങ്ങളെ പോലത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇങ്ങനെ സംസാരിക്കല്ലേ. മഞ്ജുഷ എവിടെ ഫോട്ടോ? ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. താങ്കൾ നോക്കിക്കോളൂ. ഞാൻ നോക്കാം. ഫോട്ടോ സ്ക്രീനിൽ കാണിക്കൂ. ആ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കൂ. എന്നിട്ട് ചർച്ച മതി. ആ ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചു. നിജേഷ് തന്നെയാണ് ഇത് കാണിക്കാൻ നിർബന്ധം പിടിക്കുന്നത് കേട്ടോ. SDP-യുടെ പ്രകടനത്തിന് ഫോട്ടോ കൂടി കാണിക്കൂ. അതുകൊണ്ട് അതിന്റെ വീഡിയോ വേണേ കാണിക്കാം. അല്ല, SDP-യുടെ പ്രകടനത്തിന്റെ ഷനോജ്, SDPI പ്രകടനം നടത്തിയതും SDP-I നേതാക്കളുടെ അടുത്ത് ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്നുള്ളതും രണ്ടാണ്. നിങ്ങൾ വെറുതെ ആടിന് പട്ടിയാക്കല്ലേ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ചർച്ചക്ക് പോയി എന്നല്ല, ഞാൻ കാണട്ടെ. എനിക്ക് എന്റെ വാട്സാപ്പിൽ ചോദ്യം രാഹുലിനോട് ചോദിച്ചു, KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. അല്ല, ഇത് വഴുതി മാറല്ലേ. പറഞ്ഞതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എവിടെ മഞ്ജുഷ? എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അയച്ചു എന്ന് പറയുന്ന ചിത്രം വെറുതെ സമയം കളയുവാണ് കേട്ടോ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിച്ചു. SDP ഇതാ പള്ളിയിൽ കയറിയിട്ട് ലഘുലേഖ വിതരണം ചെയ്യുന്നു. നിങ്ങളുടെ അറിവോടുകൂടിയാണോ? ആരാണ് ആ ലഘുലേഖ പ്രിന്റ് ചെയ്ത് കൊടുത്തത്? എന്നാൽ പിന്നെ അന്ന് പറയണമായിരുന്നു. നേരിട്ട് ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്. ചാനൽ അവതാരകന്മാർ മൈക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടിയിട്ട് കാപ്പിയെടുത്ത് കൊടുക്കുകയാണ് ആ സ്ഥാനാർത്ഥി. പിന്നെ വേറെന്താ ചോദ്യം ചോദിച്ചപ്പോ വേറെന്താ ഉത്തരം പറയുകയാണ്. ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം അത്തരം ചർച്ചകളിൽ നിന്ന്, ചോദ്യങ്ങളിൽ നിന്ന് കുതറി മാറിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ എന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഇപ്പൊ തന്നെ ഈ ന്യൂസ് എയ്റ്റിന്റെ ചർച്ചയിൽ മഞ്ജുഷ് അത് ഇവിടെ കാണിക്കണം. ഒരു സംശയം വേണ്ട, നേരിട്ട് ചോദിക്കുന്നുണ്ട്. SDP-യുടെ പിന്തുണ വേണോ? SDP-യുടെ പിന്തുണ SDP പരസ്യമായിട്ട് പറഞ്ഞതാണ്. നിജേഷ് SDP-യുടെ പിന്തുണ SDP പരസ്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ആ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണല്ലോ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫീസ്. ശരി സരോജ് പറഞ്ഞോളൂ. നിജേഷ് നോക്കട്ടെ. അല്ല, മഞ്ജുഷ് എന്നോട് എന്താ പറഞ്ഞത്? മഞ്ജുഷ് എന്നോട് പറഞ്ഞത് SDPI നേതാക്കന്മാരുമായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോട്ടോ പുറത്തുവിടാം എന്നാണ്. എനിക്ക് അയച്ചത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഞാൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയും SDP-യും രണ്ടാണ്. എനിക്കറിയാം SDP-യും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയും രണ്ടാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഈ രണ്ടുപേരുമായിട്ടും അല്ലല്ല, SDP-ഐ പരസ്യമായിട്ട് പിന്തുണ നൽകി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും പോയി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാകുമെന്ന്. നിങ്ങൾ വയനാട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളൂ, വിജയരാഘവന്റെ പ്രസ്താവനയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളൂ. നിങ്ങൾ പ്രതിരോധത്തിലാവുകയില്ല. അവിടെ CPM ആയിരിക്കും പ്രതിരോധത്തിലാവുക. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഓഫീസിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ SDP-I നേതാക്കളുമായിട്ട് കണ്ടിട്ടുണ്ട്. SDP-I പരസ്യമായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട്. ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കൊടിയുമായി പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കൂ. ഒന്ന്,
SDPI ഓഫീസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പോയിട്ടില്ല, കോൺഗ്രസ് ഓഫീസർമാർ പോയിട്ടില്ല. മഞ്ജുഷ് ഗോപാൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യും. SDPIയുടെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ. 2, SDPI വോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ, വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലോ, വോട്ട് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. 3 എന്റെ മഞ്ജുഷെ ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ടർ പറഞ്ഞു. ഞങ്ങൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞു. 18 പാലക്കാട് നഗരസഭയ്ക്കകത്ത് വോട്ട് ഭൂരിപക്ഷം നേടിയ ആളുകളാണ് ഞങ്ങൾ. BJPയുടെ ശക്തി കേന്ദ്രത്തിലാണ് UDFന് വോട്ട് കൂടിയത്. ആ വോട്ട് കൂടിയത് SDPIയുടെ വോട്ടാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ സമർത്ഥിക്കല്ലേ. അത് മോശമാണ്. പാലക്കാട് SDPIയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. SDPIയുടെ വോട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വോട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ വയനാടുമായി ബന്ധിപ്പിക്കുമ്പോൾ വയനാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ വാങ്ങിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുലും ജയിച്ചത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വിജയരാഘവനെ അനുകൂലിച്ചുകൊണ്ട് ആര് പറയുന്നു? MB ഗോവിന്ദൻ പറയുന്നു. അതായിരുന്നു ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പറയുകയും ചെയ്യും, SDPIയുടെ വോട്ടുകൾ ആരാണ് പാലക്കാട് മേടിച്ചത്? അത് UDF അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ആരാണ് മേടിച്ചത്? അത് UDF അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. അതിന് എന്റെ നേരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. എന്റെ മഞ്ജുഷെ, ഞാൻ മെക്കിട്ട് കയറുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെ ഒരു ഏർപ്പാട് എനിക്കില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. വളരെ ഉത്തരവാദിത്വത്തിൽ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്തിയ കാര്യം നേരത്തെ മഞ്ജുഷ് പറഞ്ഞത് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. രണ്ടാമത്തെ കാര്യം, VK സനോജ് പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ പാലക്കാട്ട് CPM ഞങ്ങളുടെ ചർച്ചയിൽ പോലും ഇല്ല. CPMന്റെ സ്ഥാനാർത്ഥി ഞങ്ങളും BJPയുമായി നേരിട്ടാണ് ഏറ്റുമുട്ടൽ. BJPയുമായി ഏറ്റുമുട്ടിയ സ്ഥലത്ത് 18,000 വോട്ടുകൾക്ക് ഞങ്ങൾ ജയിച്ചു എന്നുള്ളതിന്റെ അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരമ്പരാഗത വോട്ടുകൾ BJPക്ക് കിട്ടിയ ഇടത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് കിട്ടി എന്ന അഭിമാന ബോധമാണ് ഞങ്ങൾക്കുള്ളത്. അത് ആരുടെയും തലയിൽ കെട്ടിവെക്കേണ്ട. 2, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യം വിജയരാഘവനെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ, ഗോവിന്ദൻ അതിനെ ബാക്കി പറയുമ്പോൾ, കോഴിക്കോട്ടെ പാർട്ടി സെക്രട്ടറി P മോഹനൻ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് എക്സർസൈസ് ചെയ്യുന്നതിൽ വർഗീയത ഉണ്ട് എന്ന്, MEC7 എക്സർസൈസിനകത്ത് വർഗീയതയുണ്ട് എന്ന് പറയുമ്പോൾ, അത് വർഗീയവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരളത്തിലെ CPMന്റെ നയവ്യതിയാനമാണ് ഉള്ളത്. മുസ്ലിം സംഘടനകളെ സംഘപരിവാർ പറയുന്നത് പോലെ P മോഹനൻ കോഴിക്കോട്ട് നിന്ന് പ്രസ്താവന ഇറക്കിയ സമയത്ത് അതിനെ പിന്തുണച്ചത് മുരളീധരനും സുരേന്ദ്രനുമാണ്. ശരിവെക്കുകയാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. കാരണം BJP പറയുന്നത് പ്രിയങ്കയും രാഹുലും ജയിച്ചത്. ക്യാമറ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ മഞ്ജുഷ്, ഏത് ഫോട്ടോയാണ്? ഞാനിപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തുന്ന ഫോട്ടോ ഞാൻ നിജേഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, വെൽഫെയർ പാർട്ടി അല്ല, SDPയുടെ നേതാക്കന്മാരുമായി രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ കയ്യിൽ ലഘുലേഖയുമുണ്ട്. ഹനഫ ജുമാ മസ്ജിദിന് മുന്നിൽ SDPIക്കാർ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ ആ ലഘുലേഖ വിതരണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. എന്നാ പിന്നെ തീരെ ഈ വർഗീയവാദികളാണെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു പള്ളിയുടെ മുന്നിൽ പൊതുസ്ഥലത്ത് സ്ഥാനാർത്ഥി വന്നു നിൽക്കുമ്പോൾ ആ ചിത്രമെടുത്ത് അതാണ് നിങ്ങൾ പറഞ്ഞു ഓഫീസിൽ പോയിട്ടില്ല. ഓഫീസിൽ പോയത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടേതാണ്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. അല്ല നിജേഷ്, എന്നെയും സംശയ നിഴലിലാക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ചയാൾ പോലുമല്ല. കാരണം വിജയരാഘവന്റെ പ്രസ്താവനയായിരുന്നു ഞാനിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പാലക്കാട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ പോയതും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI നേതാക്കളുമായിട്ട് നിൽക്കുന്നു. അവരുടെ കയ്യിൽ രാഹുലിന് അനുകൂലമായ ലഘുലേഖയുണ്ട്. ഇക്കാര്യമൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ് സാർ.
എന്നിട്ട് SDPIക്കാരുടെ ഓഫീസിൽ അകത്ത് കയറിയതിന്റെ ചിത്രം വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. ഈ രണ്ടുപേരുടെയും കാര്യം തെളിഞ്ഞതാണ്, വോട്ട് മേടിച്ചിട്ടുണ്ട് എന്ന കാര്യവും തെളിഞ്ഞതാണ്. ഇനിയും അതിനകത്ത് വാശി പിടിക്കരുത്. ഇല്ലാത്ത കാര്യം പറയല്ലേ, ഇല്ലാത്ത കാര്യം ചർച്ച വിടാം. ശരി സോമൻ, ശ്രീ കെ സോമൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ A. വിജയരാഘവൻ പറഞ്ഞത്.